കൊച്ചി കയർ ബോർഡിലെ തൊഴിൽ പീഡന പരാതിക്കാരി ജോളി മധു അന്തരിച്ചു. തലച്ചോറിലെ രക്തസ്രാവമാണ് മരണകാരണം. ഒരാഴ്ചയായി കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെന്റിലേറ്ററിലായിരുന്നു. വിവരങ്ങളുമായി ഷീന മാർട്ടിനുണ്ട്. ഷീന, തൊഴിൽ പീഡനം, മാനസിക സമ്മർദ്ദം ഒക്കെ നേരിട്ടിരുന്നു ജോളി മധു. ഒടുവിൽ മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? സേതുലക്ഷ്മി, കഴിഞ്ഞ മാസം 31-നാണ് ഈ ജോളി മധു വെന്റിലേറ്ററിലാകുന്നത്. അതായത് നിരന്തരമായി കയർ ബോർഡിൽ 30 വർഷത്തോളമായി കയർ ബോർഡിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ജോളി മധുവിന് ഇത്തരത്തിലുള്ള യാതൊരു പരിഗണനയും കിട്ടിയിരുന്നില്ല. ക്യാൻസർ അതിജീവിതയാണെന്ന പരിഗണന കിട്ടിയിരുന്നില്ല. വലിയ തരത്തിലുള്ള തൊഴിൽ പീഡനം അനുഭവിച്ചിരുന്നു. മറ്റൊരു സ്ഥലത്തേക്ക് പോകാനാവില്ലെന്ന് ഉന്നത അധികാരികളെ അറിയിച്ചിട്ട് കൂടി ആന്ധ്രാപ്രദേശിലേക്ക് സ്ഥലം മാറ്റിയിരുന്നു. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള മാനസിക സംഘർഷമായിരുന്നു തൊഴിലിടത്തിൽ ജോളി മധു അനുഭവിച്ചു വന്നിരുന്നത്. ഇതിനെതിരെ സെക്രട്ടറിക്കും മുൻ സെക്രട്ടറിക്കെതിരെ നിലവിലെ സെക്രട്ടറിക്കും ചെയർമാനും പരാതി കൊടുത്തിരുന്നു ജോളി മധു. ഇത്തരത്തിൽ പരാതി കൊടുത്തതിനെ തുടർന്ന് വലിയ തരത്തിലുള്ള മാനസിക പീഡനം പിന്നീട് തൊഴിലിടത്ത് അനുഭവിക്കേണ്ടി വന്നു. അങ്ങനെയൊരു സാഹചര്യത്തിൽ ചെയർമാന് കൊടുത്ത പരാതിയിൽ മേൽ ഒരു ക്ഷമാപണം നടത്തണമെന്ന് സെക്രട്ടറി ആവശ്യപ്പെടുകയും ഈ ക്ഷമാപണത്തിനായി ചെയർമാനായി ക്ഷമ ചോദിച്ചുകൊണ്ടുള്ള കത്ത് എഴുതുന്നതിനിടെയാണ് ഇത്തരത്തിൽ ജോളി മധുവിന് രക്തസ്രാവം ഉണ്ടാവുന്നത്. അങ്ങനെയാണ് ജോളി മധുവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. പിന്നീട് ഇത്രയും ദിവസം വെന്റിലേറ്ററിലായിരുന്നു. ഈ ചികിത്സ തുടരുകയായിരുന്നുവെങ്കിലും മരണത്തിന് കീഴടങ്ങി എന്ന് തന്നെയാണ് അറിയാൻ കഴിഞ്ഞത്. ഇത്തരത്തിൽ ഈ ഒരു മാനസിക പീഡനം, തൊഴിലിടത്തെ മാനസിക പീഡനത്തെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പ്രധാനമന്ത്രിക്കും രാഷ്ട്രപതിക്കും അടക്കം പലതവണ പരാതി അയച്ചിരുന്നു. ഈ പരാതി അയച്ചപ്പോഴൊക്കെയും ഇത് അറിയുമ്പോൾ ഉന്നത അധികാരികൾ വളരെ ഗുരുതരമായ രീതിയിൽ മാനസികമായ പീഡനമായിരുന്നു ഇവർക്ക് നൽകിയിരുന്നത് എന്നും പറയുന്നുണ്ട് ലക്ഷ്മി. ശരി ഷീന, വിവരങ്ങൾ നൽകുകയായിരുന്നു ഷീന മാർട്ടിൻ.